ഈ അന്വേഷണം വളരെ കൃത്യമാണെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തതയുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ഇവർ അന്വേഷിക്കുമ്പം തന്ത്രി പറയട്ടെ ഞാൻ ഒപ്പിട്ടതിൻ്റെ കാരണം എന്താണ്, തന്ത്രി ഒപ്പിടാനുള്ള കാരണം. ഇത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റുന്നിടത്ത് ഇത് വെളിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവിടുന്ന് എന്ത് കൊണ്ടുപോകണമെങ്കിലും കോടതി നിരീക്ഷണത്തിലായതുകൊണ്ട് അവരെ അറിയിക്കണമെന്ന് ഉള്ളപ്പോൾ അതൊക്കെ അറിയിച്ചിട്ടില്ല, ഇത്തരത്തിൽ ഉടായ്പ നടക്കുന്ന ഒരു സംഭവമാണെന്ന് കണ്ടിട്ട് പോലും തന്ത്രി ഇതിനകത്ത് ഒപ്പിട്ടില്ലേ? അപ്പോൾ തന്ത്രി അകത്ത് പോകത്തില്ലേ? ഇതിനകത്ത് ഏറ്റവും വലിയ ഇപ്പോൾ വരാൻ പോകുന്നത് ഗോപ്യമായിട്ട് പിടിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 5 കിലോ സ്വർണം 4 കിലോ സ്വർണം മോഷ്ടിച്ചതിനകത്ത് കിട്ടുന്ന ചിലപ്പോൾ 4-5 കോടി രൂപയായിരിക്കും. കടകംപള്ളി സുരേന്ദ്രൻ 4-5 കോടി രൂപ അയാൾ ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ സ്വർണം മോഷ്ടിക്കേണ്ട കാര്യം ഇല്ല. ഇത് മാത്രമല്ല തന്നെ അവിടുത്തെ കൊള്ള. ഒന്നുകിൽ ഈ വാതിൽപ്പടിയും ദ്വാരപാല ശില്പവും പൂർണ്ണമായിട്ടും മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് അവിടെ ഇരിക്കുന്നത്. അതിപ്പം അതിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പരിശോധിക്കുമ്പോൾ പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കച്ചവടമല്ല അതിനകത്ത് നടക്കുന്നത്. വിചാരിക്കുന്ന കച്ചവടമല്ലെന്ന് പറഞ്ഞാൽ 10,000 കോടി രൂപയ്ക്ക് ഇത് മോഹവിലയ്ക്ക് എടുക്കാൻ ആളുണ്ട്. അംശവടി അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ടല്ലോ, പപ്പകുമാർ മോൻ്റെ കൊടുത്തുവിട്ട് ഈ അംശവടി എളുപ്പം കൊണ്ടുപോയി അയ്യപ്പൻ പിണങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി. ഈ 2019 ശേഷം പുള്ളി അത് പെയിൻ്റ് അടിപ്പിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അത് അംശവടിയാണോ ഭഗവാനെ, അതോ കാഞ്ഞിരക്കമ്പാന്നോ ദൈവത്തിനറിയാം. ഇതൊക്കെ പരിശോധിക്കുമ്പോൾ അറിയാം അയ്യപ്പൻ്റെ അംശവടിയാ. പപ്പൻ പറഞ്ഞ നേരത്തെ കേട്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മൂമ്മയാണ് ഹരിവരസനം പാടിയത്. എനിക്ക് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ? അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വീണ് മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നോക്കിയപ്പോൾ വാതിൽവടി അടിച്ചുകൊണ്ടുപോയി, ദ്വാരപാല ശില്പം അടിച്ചുകൊണ്ടുപോയി, അംശവടിയും കൊണ്ടുപോയി. ഇപ്പം നിലവറ തുറന്ന് പരിശോധിച്ചപ്പോൾ എന്തൊക്കെ കിട്ടിയെന്നറിയത്തില്ല. എന്തായാലും ഇവൻ്റെ കൂടും കുടുക്കയും മൊത്തം അവരുടെ ഇല്ല. ഇത് തന്ത്രി പറ്റിയതുകൊണ്ട് തന്ത്രി വാജി കൂടും കുടുക്കയും മൊത്തം അവൻ്റെ ഇല്ല. നോക്കിയപ്പോൾ പെണ്ണും പിള്ളയുടെ പേര് കോടാനുകോടി ആസ്തി.